ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ അമ്മൂസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കും പിന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ് എന്ന രീതിയിൽ നമുക്കൊരു അച്ചാറിൻ്റെ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയും ഞാൻ എങ്ങനെയാണ് തുടങ്ങിയതെന്നും ഞാനിപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങൾക്കും വേണ്ടി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഒരുപാട് വലിയ രീതിയിലുള്ളൊരു ബിസിനസ് ആണെന്നോ ഒരുപാട് സാമ്പത്തികം അല്ലെങ്കിൽ ഒരുപാട് പൈസ കിട്ടാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ജോലിയുണ്ട്. എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുന്ന സമയം ഏറെക്കുറെ 8 മണിയാവും രാത്രി. ആ രാത്രിയിൽ ചെന്നിട്ടാണ് ഞാൻ അഡീഷണൽ ഒരു ഇൻകം, അതായത് നമുക്കെല്ലാവർക്കും പൈസ എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ചെറിയ വരുമാനം നമുക്ക് പിന്നെ പിന്നെ വരുമാനത്തെക്കാൾ കൂടുതൽ ഞാനത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരത് കഴിക്കുന്നതും കഴിച്ചിട്ട് അത് കൊള്ളാം അല്ലെങ്കിൽ നന്നായിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിൽ നിന്നും ഞാനിപ്പോൾ 3-ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഞാൻ എൻ്റെ ബിസിനസ് ഇവിടം വരെ എത്തിച്ചതെന്നും എങ്ങനെയാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ എൻ്റെ കൂടെ കൂടുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ബാ. ഹായ് ഡാ, അമ്മൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു 2 കിലോ മാങ്ങയാണ് വാങ്ങിയത്. പക്ഷേ ഇത് അത്രയില്ല, 1-2 എണ്ണമൊക്കെ പഴുത്തു പോയിരുന്നു. ഒരു 1.5 കിലോ അടുത്ത് മാങ്ങയുണ്ട്. അതരിഞ്ഞ് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 2 തുടം വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് ഒരു 150 മില്ലി നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. 1.5 കിലോ മാങ്ങയേ ഉള്ളൂ, അതുകൊണ്ട് 150 കുറച്ച് നല്ലെണ്ണ മതി. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. മാങ്ങ അച്ചാറിനൊക്കെ കടുക് കൂടുതലിടുന്നത് നല്ലതാണ് കേട്ടോ. ഒരു വലിയ സ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് അതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. മുളക് പൊടി 1.5 സ്പൂണാണ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കടുകും ഉലുവയും കൂടെ, ഓരോ സ്പൂൺ കടുകും ഉലുവയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊടിയല്ല, ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവണം. ഇത് കണ്ടോ, ഈ ഒരു കളർ ആവുന്ന വരെ വഴറ്റുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുക. ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ച മാങ്ങയാണ്, അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ നമുക്ക് മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 150 മില്ലി വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോ അളവിലും ക്വാണ്ടിറ്റിയിലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. 3, 4, 5 കിലോ ആയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൊടികളും മറ്റ് സാധനങ്ങളും ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിനി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓരോരോ അച്ചാറുകളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പം ഇത്രയാണ്. നമ്മളിതിൽ ഒരു തരി പോലും വെള്ളം ചേർക്കുന്നില്ല. പിന്നെ അരിഞ്ഞു വെച്ചതുപോലും വെള്ളമില്ലാതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.